ഇപ്പൊ ഇവരുടെ കോംബോ കോംബോ അത് ആക്ച്വലി ട്രോളി എന്തുകൊണ്ടത് ട്രോളി അല്ല കണ്ടിട്ടില്ല അങ്ങനെ. അതാ ഞാൻ പറഞ്ഞു, ഞാൻ സായിനെ ഞാൻ അത്ര ഇമോഷണൽ ആയിട്ട് കണ്ടില്ല. അപ്പൊ എനിക്കിത് കാണുമ്പോ എന്തോ പോലെ തോന്നുന്നത് എന്ത് ശരിക്കുള്ളതാണോ അതായത് എന്ത് കാട്ടാണോ അല്ല അതെന്താ പറയാ, സ്നേഹിക്ക് തോന്നാം. കാരണം എന്റെ അടുത്തുള്ളവർക്ക് അത് മനസ്സിലാവും. കാരണം ഞാൻ അങ്ങനെ ഒരാളായിട്ട് ഇതുമായിട്ട് ബോണ്ട് ആയിട്ടില്ല. സ്നേഹനെ പ്രേമിച്ച സമയത്ത് എനിക്ക് സ്നേഹനുള്ള ഒരു വൈബിന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരു എന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ സ്നേഹം നോക്കുമ്പോൾ കാണുന്നത് ഞാനും നന്ദനും ഏട്ടനും അനിയത്തിയൊക്കെ ആയിട്ടാണ്. എൻ്റെ വീട്ടിലും പെങ്ങന്മാരുണ്ട്, സ്നേഹന്റെ വീട്ടിലും എനിക്ക് പെങ്ങന്മാരുണ്ട്. ഞാൻ അവരോടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്ര ഡിസ്റ്റൻസാണ്. അപ്പൊ അതിന്ന് മാറിയിട്ട് ഞാൻ നന്ദനേന്റെ അടുത്ത് പോകുന്നു, ഷെയർ ചെയ്യുന്നു, കാര്യങ്ങൾ പറഞ്ഞു, കെട്ടിപ്പിടിക്കുന്നു, നടക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. അപ്പൊ സ്നേഹം എനിക്ക് വന്നു സ്നേഹം ഭയങ്കരമായിട്ട് ബ്രോക്കൺ ആയിട്ടുണ്ടാവും. പറ്റിയാക്കുന്നുള്ളത് എന്നോട് പോലും ഇങ്ങനെ കാണിച്ചില്ലല്ലോ. ഭയങ്കര മോശമായത്. ഇനി കാണിക്കൂട്ടോ. നന്ദന എന്ന് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞ ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. കാരണം ഞാൻ ആ വയ്യാതെ കിടന്ന സമയത്ത് വെർബലി എല്ലാവരും വന്നിട്ട് ഓക്കെ എങ്ങനെയുണ്ട്, നന്ദന എടുത്തിട്ട് കൊണ്ടുപോകുന്നു, ഹോട്ട് ബാഗ് കൊണ്ടുവന്നു വരുന്നു, മരുന്ന് കൃത്യസമയത്ത് കൊണ്ടുവന്നു വരുന്നു. അതൊന്നും ഈ പറഞ്ഞ പോലെ ഇപ്പൊ സ്നേഹ പുറത്തുണ്ടെങ്കിൽ സ്നേഹ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയുള്ള ആരെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കും. അല്ലാതെ പുറത്തുനിന്നുള്ള ഒരാൾക്കാരൊന്നും അത് ചെയ്യില്ല. അതൊക്കെ നന്ദന ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരാളോട് നമുക്ക് ഓബിയസ്ലി അറ്റാച്ച്മെന്റ് വരും. ശരിക്കും ബിഗ് ബോസിനകത്ത് കുറെ ഇപ്പൊ ഫേക്ക് കപ്പിൾസ് അല്ലെങ്കിൽ കോമ്പോസ് അങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ഒരു റിയൽ കപ്പിൾ ഇരുന്ന് റിയൽ ആയിട്ട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഭയങ്കര ഒരു റിലീഫ് ഫീൽ ചെയ്തു. സ്നേഹയും കരഞ്ഞു, സായും കരഞ്ഞു. അപ്പൊ ആ മൊമെന്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം സ്നേഹയ്ക്ക് ഇതുവരെ ലൈഫിൽ കിട്ടിയ ഒരു ബെസ്റ്റ് മൊമെന്റ് അതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ സ്നേഹം എന്ന് പറയും. ഞാൻ 100% പറയും. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല സായി. ഞാൻ സായി എന്നോട് പറഞ്ഞൊരു ഒരു ഡയലോഗ് ഉണ്ട് ആ സമയത്ത്, ഞാൻ കുറെ അനുഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറിലെ ഓട്ട ഉണ്ടെങ്കിലും കിട്ടും. അപ്പൊ ഞാനും അനുഭവിച്ചു പറഞ്ഞു. കാരണം എനിക്ക് കാണാത്ത ഞങ്ങളിങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം ഒന്നും അങ്ങനെ വിട്ടുന്നിട്ടില്ല. അപ്പൊ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും സായി ആ പറഞ്ഞതിലൊക്കെ തോന്നി, ആ വേർഡ്സിൽ എനിക്ക് മനസ്സിലായി ഭയങ്കരമായിട്ട് എന്നെ കാണാനായിട്ട് മിസ് ചെയ്തു എന്നൊക്കെ ഞാൻ വിചാരിച്ചു. സത്യമാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ പുറത്ത് വന്നപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ ഭയങ്കര സ്നേഹം. എന്നോട് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പൊ തന്നെ ഫോൺ മാറ്റിട്ട് സ്നേഹം പറയാം. ഇനിയിപ്പോ അടുത്ത ന്യൂസിലല്ലേ കുഞ്ഞിക്കാല് കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞിക്കാല് കാണുന്നുണ്ടെങ്കിൽ കോഴിക്കട കൊണ്ടേ പറയുന്നവർക്ക് പറയാ. പ്രശ്നം നോക്കി വളർത്തണം. അതെ അതെ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് സ്പേസ് ഞങ്ങൾ ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ പോകുന്നത്.